തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന് ഇസ്രായേലിനെതിരെ പടപൊരുതുന്ന റദ്വാൻ പോരാളികൾ അവർ ആരാണ്? എന്തുകൊണ്ടാണ് അവർ അപകടകാരികൾ എന്ന് പറയുന്നത്? ഇസ്രായേലിനെതിരെ ഇപ്പോൾ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സ്. ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാൻ സാധാരണ വീടുകൾക്കുള്ളിൽ തുരങ്കങ്ങൾ തീർത്ത് അതിലൂടെയാണ് മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ശത്രുവിനെ തകർക്കാനുള്ള പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്യുന്നത്. എന്തായാലും ഇവർ പണിഞ്ഞൊരുക്കിയ തുരങ്കങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രായേലിന് ഇപ്പോൾ കയ്യടി ലഭിക്കുകയാണ്. പലപ്പോഴും ഇവർ ആക്രമണങ്ങൾക്ക് കരുവാക്കുന്നത് സാധാരണക്കാരുടെ വീടുകളാണ്. ജനവാസ കേന്ദ്രങ്ങളെ യുദ്ധക്കളമാക്കുക എന്നതാണ് ഹിസ്ബുള്ളയുടെ നയം. ദക്ഷിണ ലബനനിൽ ഇസ്രായേലിന്റെ അതിർത്തിക്ക് സമീപമുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രം എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമം ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് IDF. വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച റിമോട്ട് കൺട്രോൾ വഴി ഒരേ സമയം തകർക്കുന്ന മാസ് ഡെറ്റനേഷൻ രീതിയാണ് ഇവിടെ ഇസ്രായേൽ നടപ്പിലാക്കിയത്. വടക്കൻ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണ് അതിർത്തി മേഖലയിലെ ഭീകര താവളങ്ങൾ പൂർണ്ണമായും തകർത്ത് ഇല്ലാതാക്കിയത്. ഹിസ്ബുള്ളയുടെ എലൈറ്റ് വിഭാഗമായ റദ്വാൻ ഫോഴ്സ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാൻ തയ്യാറാക്കിയ ഭൂഗർഭ തുരങ്കങ്ങളുടെ കവാടങ്ങൾ പലതും ഇവിടുത്തെ സാധാരണ വീടുകൾക്കുള്ളിലായിരുന്നു. സിവിലിയൻ വീടുകൾക്കും ഗ്രാമങ്ങൾക്കുമുള്ളിൽ ഒളിപ്പിച്ച നിലയിലുള്ള ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ, ആയുധ ശേഖരങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ തകർക്കുന്നതിനായി നിയന്ത്രിത സ്ഫോടനങ്ങൾ ഉപയോഗിക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. സാധാരണക്കാർക്ക് പക്ഷേ അപകടമുണ്ടാകാത്ത രീതിയിൽ അവർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷമാണ് സൈനിക നീക്കങ്ങൾ നടത്തുക. അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ വീടുകൾ ഹിസ്ബുള്ള അവരുടെ സൈനിക പോസ്റ്റുകളാക്കി മാറ്റിയിരുന്നു. ജനവാസ കേന്ദ്രങ്ങളെ യുദ്ധക്കളമാക്കുന്ന ഹിസ്ബുള്ളയുടെ തന്ത്രത്തെ പ്രതിരോധിക്കാനാണ് ഈ നീക്കമെന്ന് സൈന്യം അറിയിച്ചു. പല വീടുകളിലും ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കളും ആധുനിക ആയുധങ്ങളുമാണ് ഹിസ്ബുള്ള ശേഖരിച്ചിരുന്നത്. ഇവ സുരക്ഷിതമായി നീക്കം ചെയ്യുക അസാധ്യമായതിനാലാണ് സ്ഫോടനത്തിലൂടെ നശിപ്പിച്ചത്. ഒക്ടോബർ 7-ന് സമാനമായ ആക്രമണം വടക്കൻ ഇസ്രായേലിൽ ഉണ്ടാകാതിരിക്കാൻ അതിർത്തി മേഖലയെ ഭീകരമുക്തമാക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ഇസ്രായേൽ സർക്കാർ. വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത മിസൈലുകളുടെയും ഗ്രനേഡുകളുടെയും ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ഹിസ്ബുള്ള ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവായി ഇസ്രായേൽ ഇത് ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെയും ഭവനരഹിതരായ 60,000-ലധികം ഇസ്രായേലി പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതുവരെയും സൈനിക നടപടി തുടരും എന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറയുന്നത്. ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രത്യേക പോരാട്ട സംഘമാണ് റദ്വാൻ ഫോഴ്സ്. 2008-ൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയിലെ ഒരു ഉന്നത കമാൻഡറായിരുന്ന ഇമാദ് മുഗ്നിയയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഹജ് റദ്വാൻ എന്നും വിളിച്ചിരുന്നു. ചൊവ്വാഴ്ച ലബനനിൽ നടക്കുന്ന സൈനിക നടപടികളെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അതേസമയം ശക്തമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ അപകടകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുൻപ് അവ തടയുക എന്നതാണ് ഇസ്രായേൽ സൈന്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ അധികൃതരുമായി പങ്കിട്ട ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സ് ഇസ്രായേലിനെതിരെ മറ്റൊരു ആക്രമണം ആസൂത്രണം ചെയ്യുകയാണ്. ഇവർ ഉയർന്ന പരിശീലനം ലഭിച്ചവരും അപകടകാരികളുമാണ്. ഇവർ അതിർത്തി കടന്ന് അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള കഴിവ് പുനഃസ്ഥാപിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നുണ്ട്. റദ്വാൻ ഫോഴ്സിനെ ഉപയോഗിച്ച് തങ്ങളുടെ സൈനിക പ്രതികരണം അവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് എന്ന് ഗാലന്റ് പറയുന്നു. ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ്. ഇരുപക്ഷവും സാധ്യമായ സംഘർഷത്തിന് തയ്യാറെടുക്കുന്നു. ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ വേഗത്തിലും ശക്തമായ നടപടിയെടുക്കും എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.